സാധാരണ കോളേജുകളിലൊക്കെ സിനിമാ താരങ്ങളെയും മറ്റ് പ്രമുഖരെയും പ്രശസ്തരെയും ഒക്കെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരു സമയത്ത് ഇവരിന്ന് ഒരു വ്യത്യസ്തമാർന്ന ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വലിയ കുളമ്പായിക്കോട്ടമ്മ എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് ടെക്നോളജിയിലാണ്. ഇവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി വലിയൊരു പൂക്കളം ഒരുക്കിയിരിക്കുന്നു. എന്റെ പേരിൽ കാണുന്ന ഓഫീസിന് മുന്നിൽ വലിയൊരു പൂക്കളം ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പൂക്കളത്തിൽ നിന്നും ഇവിടുത്തെ ഓണ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഈ അധ്യാപകരുടെ, അതായത് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒരു തിരുവാതിരയോടുകൂടിയാണ് ഈ പ്രോഗ്രാം ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഇനിയിപ്പോ വിദ്യാർത്ഥികളുടെ മെഗാ തിരുവാതിരയും ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് പ്രാക്ടീസ് ചെയ്തത് ഞങ്ങള് 1 week. 1 week ഇല്ല, ഒരു 3 or 4 days. ഒരാഴ്ച ഇല്ലായിരുന്നു, ഒരു 3-4 days കിട്ടിയിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ ഇന്നലെയാണ് ശരിക്കും നല്ല രീതിയിൽ എല്ലാവരും ഒന്ന് കിട്ടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സിവിൽ ഡിപ്പാർട്ട്മെന്റ്, സിവിൽ തന്നെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്റെ പേര് കൃഷ്ണ, സിവിൽ ഡിപ്പാർട്ട്മെന്റ്. നേരത്തെ ചെയ്തിട്ടുണ്ടോ തിരുവാതിര? കഴിഞ്ഞ വർഷം 2 ദിവസം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. 2 ദിവസം. ഇവിടെ ഒരു മെഗാ തിരുവാതിര നടക്കാൻ പോവുകയാണ്. ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിലുള്ള ആരാണ് ടീം ലീഡർ? ആരാണ്? എന്താ പേര്? കാവ്യ. ഞാൻ ആണ് എന്ന് പറയുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ട് കാവ്യ പറഞ്ഞു. അപ്പൊ കാവ്യയുടെ നേതൃത്വത്തിൽ ഈ തിരുവാതിര എത്ര പേരുണ്ട് ഇവിടെ? ഞങ്ങൾ 38 പേര്. 38 പേര്. എത്ര ദിവസം ട്രെയിൻ ചെയ്തു? 2 ആഴ്ചയാവും. എല്ലാ ടീമിനെ ഒന്ന് വിളിക്കാമോ? ഈ ഒരു മെഗാ തിരുവാതിരയിൽ പങ്കെടുക്കുന്ന എല്ലാ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് അല്ലെ? നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ്? അപ്പൊ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു? 2 ആഴ്ച. ഈ എല്ലാവരും 2 ആഴ്ച പ്രാക്ടീസ് ചെയ്തു. മുൻപ് തിരുവാതിര കളിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്ഥിരം തിരുവാതിരകളാണ്. ഓക്കെ, ഇന്നിപ്പോ ഈ സോങ് എങ്ങനെയാണ് ഇത്? അതായത് സാധാരണ രീതിയിൽ തിരുവാതിരക്ക് യൂസ് ചെയ്യുന്ന അതേ പാട്ട് തന്നെയാണ്. എത്ര സമയം നീണ്ടു നിൽക്കും? ഒരു 9 മിനിറ്റ്. അപ്പൊ എല്ലാരും കോൺഫിഡന്റ് ആണല്ലോ. അപ്പൊ ഓണം വിഷസ് കൊടുക്കാമോ? പവർ പോലല്ലോ ഒന്നും കൂടി. ഇവരുടെ തിരുവാതിര കളി നമുക്ക് നേരത്തെ കാണേണ്ടതുണ്ട്. ഇവരിപ്പോ കാണിച്ച ഈ ഒരു പവറൊക്കെ ഈ ഒരു തിരുവാതിര കളിയിൽ ഉണ്ടോ എന്നിപ്പോൾ നമുക്ക് കാണേണ്ടിയുണ്ട്. Hey,
എന്തൊരു പെർഫോമൻസ് ആയിരുന്നല്ലോ. എല്ലാരും നന്നായിട്ട് കളിച്ചല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് കൊണ്ട് ഒരു ആർത്തവ വിളിക്കാമോ? എല്ലാവരും ഒന്ന് ഒരുമിച്ച് വിളിച്ചേ. എല്ലാവരും അറിയട്ടെ. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ടീമിന്റെ മെഗാ തിരുവാതിര? തിരുവാതിരയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് അധ്യാപകരെയൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. സാർ, അപ്പൊ ഓണ സെലിബ്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ ഗംഭീരമായിട്ടാണ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം എന്താണ് ഓണത്തിന് സ്പെഷ്യൽ? ഓണത്തിന് സ്പെഷ്യൽ ഓണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ എല്ലാ കാലത്തും ഒരു ഫ്ലവേഴ്സിന്റെ ഒരു ഫെസ്റ്റിവലാണ്. കാരണം ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് ചിങ്ങം കന്നി. അപ്പൊ അതുകൊണ്ടായിരിക്കും പണ്ടുകാലത്തെ തൊട്ട് നമ്മൾ പൂക്കൾ ഇടാൻ തുടങ്ങി. അപ്പൊ ഒരു ഫ്ലവേഴ്സിന്റെ ഒരു ആഘോഷമാണ് ഈ ഓണം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്നത്തെ പോലെ തന്നെ നമ്മളും മറ്റുള്ളവരും വസ്ത്രങ്ങൾ മേടിക്കുകയും മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അതൊരു സാഹോദര്യത്തിന്റെ ഒരു പ്രതീകമാണ്. അപ്പൊ ഓണം സാഹോദര്യത്തിന്റെ ഒരു സന്ദേശമാണ്. VKCT കോളേജിനെ സംബന്ധിച്ചുള്ള ഓണ സെലിബ്രേഷനിൽ എപ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായൊക്കെ കൊണ്ടുവരും. അപ്പൊ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഓണത്തിന് എന്താണ് സ്പെഷ്യലായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്? ഓണപ്പൂക്കളം മത്സരങ്ങളൊക്കെ കൂടാതെ കൂടാതെ നമ്മുടെ തിരുവാതിരയായിരുന്നു മെയിൻ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ ഗംഭീര പരിപാടികളൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ്? ഏത് ഡിപ്പാർട്ട്മെന്റാണ്? സിവില്. ഓക്കെ, ഞങ്ങളെല്ലാം സിവിൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ 5 പേര് ചേർന്ന് എന്തെങ്കിലും സസ്പെൻസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? വെയിറ്റിംഗ് വരും. അപ്പൊ എന്തോ ഒരു വലിയ സസ്പെൻസ് വെച്ചിട്ടുണ്ട്. ഈ ഓണപ്പൂക്കളൊക്കെ നിങ്ങൾ തന്നെയാണോ അതോ കുട്ടികളും ഞങ്ങളും ഉണ്ട്. കുട്ടികളാണ് ആവശ്യം മെയിനായിട്ട്. കുട്ടികളുടെ പ്രോഗ്രാം തന്നെയാണ്. എല്ലാം അവർ തന്നെയാണ് അറേഞ്ച് ചെയ്ത് അവരായിട്ട് തന്നെ ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് ഇത് ഈ ഒരു ഓണ പ്രോഗ്രാം ഒരു കോളേജിനെ സംബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക എന്നൊക്കെ ഭയങ്കര സമാധാനമായ കാര്യമാണ്. ഇത് വളരെ സമാധാനപരമായി ഈ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ഇവിടെ സാധാരണ ചെയ്യുന്ന അതിനൊരു ടീച്ചറിന് ഒരു മെയിൻ കോർഡിനേറ്റർ ആയിട്ടും പിന്നെ ഡിഫറെന്റ് ഡിവിഷനിലേക്ക് ആ ടീച്ചർ തന്നെ കുറെ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും സെലക്ട് ചെയ്യും. പിന്നെ അവരുടെ കൺട്രോളിലായിരിക്കും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പ്രോഗ്രാം എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഭയങ്കര വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അത് ഒരു അഭിനന്ദനം അറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ സമാധാനപരമായ ഓണാഘോഷങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചില കാര്യങ്ങളോട് ചോദിച്ചറിയുന്നു. അപ്പൊ ഈ നിങ്ങള് സ്റ്റുഡൻസും ടീച്ചേഴ്സോട്ടൊക്കെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഈ കോളേജിനെ സംബന്ധിച്ചത് അല്ലേ? ഓക്കെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അവര് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഷെയർ ചെയ്യും. അതുകൊണ്ട് ഒരു സമാധാനം മറ്റു കോളേജ് എല്ലാ കോളേജിലും പറയാം. ചില കോളേജിലൊക്കെ സമാധാന വിഷയമൊക്കെ ഇല്ലാതെ ഇവിടെ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഓണം സെലിബ്രേറ്റ് ചെയ്ത് പോവാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? CS ഡിപ്പാർട്ട്മെന്റ്. മാഡം എത്ര ആളുകളുടെ ഉണ്ട്? 2 വർഷം. 2 വർഷമാണ്. ഓക്കെ, ഞാൻ CS ആണ്. റീബ. ഓക്കെ, മാഡം ഈ ഓണ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് മാഡത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? തിരുവാതിര ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നല്ലോ. തിരുവാതിര പിന്നെ അത്തം CS-ന്റെ അപ്പുറത്താണ് ആ ബ്ലോക്കിലാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മത്സരമാണ്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്രത്യേക കോമ്പറ്റീഷൻ ആണ്. 4. ശരി. അപ്പൊ അതിന്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്? ഇനിയാണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പ്രധാനപ്പെട്ട ഒരാളാണ്. മാഡത്തിന് നമ്മളിവിടെ എപ്പോഴും വരുമ്പോ കാണുന്ന ഒരാളാണ്. ചിലപ്പം നമ്മുടെ മുൻപ് കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളൊരു വാർത്ത കൊടുത്തിരുന്നു അല്ലെ? പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വാർത്തകൾ വന്നപ്പോൾ ഞങ്ങളെ ഇവിടെ ഗൈഡ് ചെയ്തത് മാഡമാണ്. അപ്പൊ മാഡം ഇവിടെ ഓളിനോളായിട്ട് ഓണ പരിപാടിയിലൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് സ്പെഷ്യല് ഇനി വരാനുള്ള പ്രൊസഷൻ ആണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. നിങ്ങൾ നേരിട്ട് തന്നെ കാണുക. അതിൽ സർപ്രൈസ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആയിട്ടാണ് പ്രൊസഷൻ. ശരി, അപ്പൊ ഏതായാലും ആ ഒരു സർപ്രൈസ് കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. വെയിറ്റ് ചെയ്യാം. വൈവിധ്യമാർന്ന ഓണ പ്രോഗ്രാമുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാഡം ആണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നതൊക്കെ. അപ്പൊ മാഡത്തിന് ചോദിച്ചാൽ പക്ഷേ അറിയാം ഇവിടെ എന്തൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടെന്നുള്ളത്. ഇപ്പോ തിരുവാതിര, അതായത് അധ്യാപകരുടെ തിരുവാതിര കഴിഞ്ഞു, കുട്ടികളുടെ മെഗാ തിരുവാതിര കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് പ്രോഗ്രാമുകൾ? ഇനി നമുക്ക് പ്രൊസഷൻ ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രൊസഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഫീസ്റ്റ് ആണ്. ഓണസദ്യ, എല്ലാവർക്കും ഓണസദ്യകൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഗെയിം ഷോ ഉണ്ട്. പിന്നെ അവസാനം വടംവലിയും
അവസാനം ഒരു ഓണത്തല്ലില്ലാതെ നമ്മള് അടിച്ചു പൊളിച്ച് തീർക്കും. ഇല്ലാത്ത ഓണം ഇല്ലല്ലോ. അല്ല, ഓണത്തല്ല് നമ്മുടെ കുട്ടികൾ അങ്ങനെ അടിയുണ്ടാക്കുന്ന പിള്ളേരൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിശ്വാസമാണ് അവരെ. എന്റെ പേര് രശ്മി. അപ്പൊ എന്തായാലും രശ്മി മാഡത്തിന് ഞങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നത് കാര്യം മാഡത്തിന്റെ അടുത്ത് ചോദിച്ചാൽ ഈ പ്രോഗ്രാമുകളുടെ സ്ഥിതിഗതികളൊക്കെ അറിയാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഓണാഘോഷത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ LKCD കോളേജ് തങ്ങളുടെ ഓണം ആഘോഷിക്കുന്നത് കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരോടൊപ്പമാണ് ഈ ഒരു ഓണ സദ്യയൊക്കെ കഴിച്ച് ചില ഗെയിമുകളൊക്കെ കളിച്ച് ആഘോഷിക്കുന്നത് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. ഇന്ന് BKCT കോളേജ് നേരത്തെ പറഞ്ഞത് പോലെ ഓണാഘോഷത്തിന് അവരുടെ എത്തിച്ചിരിക്കുന്നത് സെലിബ്രിറ്റികളൊന്നുമല്ല, ഇവരാണ് ഇന്നത്തെ സെലിബ്രിറ്റി. അതായത് സാധാരണ കോളേജുകളിലൊക്കെ സിനിമാ താരങ്ങളെയും മറ്റ് പ്രമുഖരെയും പ്രശസ്തരെയും ഒക്കെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരു സമയത്ത് ഇവരിന്ന് ഒരു വ്യത്യസ്തമാർന്ന ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിലൂടെ നന്മ നിറഞ്ഞ മനസ്സ് ഈ കോളേജിന്റെ മാനേജ്മെന്റിന്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു. എന്റെ പിന്നിൽ കാണുന്ന ഈ സഹോദരങ്ങളോടൊപ്പമാണ് ഇവരുടെ ഈ വർഷത്തെ ഓണാഘോഷം എന്ന് അവർ നേരത്തെ തീരുമാനിച്ചു. എല്ലാ കോളേജുകളും സാധാരണ സിനിമാ താരങ്ങളെയും പ്രമുഖരെയൊക്കെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ സമൂഹത്തിലുള്ള എല്ലാവർക്കും ജീവിക്കണം. ഈ ലോകത്തില് വന്ന് പിറന്ന എല്ലാവർക്കും ജീവിക്കണം. സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ആരാ? അവർക്ക് ഒരു കഴിവ്, ഇവർക്കും ചില കഴിവുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം എന്താണ് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു തുടക്കമായി. ഇനിയിപ്പോ അവരുടെ മനസ്സിൽ ഇത് തന്നെ ഇവിടെ ഇങ്ങോട്ട് കയറിയപ്പോ തന്നെ ഒരു പ്രത്യേക കാഴ്ചകളും കോളേജിന്റെ ഭാഗത്ത് സ്വാമി ഊരെ അറിയിച്ചപ്പോ വളരെ സന്തോഷപൂർവ്വം സാധനം ഒത്തിരി സന്തോഷം തോന്നി. ഇവിടെ ഏതാണ്ട് 30 കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. 30 കുട്ടികളോളം ഉണ്ട്. സ്ഥാപനത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ഞങ്ങള് ചാത്തന്നൂര് ബിവറ്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ്, ലൈഫ് സ്കിൽസ് ബിവറ്റ്. അവിടെ നമ്മുടെ 18 വയസ്സുള്ള കുഞ്ഞുങ്ങളെ, ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ, പ്രത്യേകമായിട്ട് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ലക്ഷ്യമാണ്. തൊഴിലുകളിലൂടെ അവരെ പുറത്ത് സൊസൈറ്റിയിലേക്ക് വരാൻ അതാണ് നമ്മുടെ ലക്ഷ്യമിടുന്നത്. ഇവർക്ക് വേണ്ടി പ്രോഗ്രാമുണ്ട്. ഇവർ ഏതാണ്ട് 1 മണിക്കൂറോളം ഞങ്ങളുടെ കുട്ടികൾക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇവർ തന്നിട്ടുണ്ട്. ഓണ സദ്യയുണ്ട്. പിന്നെ അതിനോടൊപ്പം കുട്ടികളുമായിട്ട് ചേർന്ന് ഗെയിംസ് ചെയ്യാനായിട്ടുള്ള കസേരകളിയും മറവലിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ടോട്ടലി ഇതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഓണം. ആക്ച്വലി നമ്മൾ ഇൻക്ലൂസീവ് എന്നുള്ളൊരു പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇന്ന് അത് ശരിക്കും ആ ഇൻക്ലൂസീവ് അഥവാ വീൽചെയറിൽ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. കാരണം നമ്മുടെ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെയും അല്ലാത്തവരെയും കൂടെ ഒന്നിച്ച് ചേർത്തുള്ള ഒരു ശരിക്കും ഒരു ഓണം ഇന്ന് ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. സ്ഥാപനത്തിൽ ഇതുപോലെ മുൻപ് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഓണാഘോഷത്തിന് അങ്ങനെ അത് എല്ലാവരുടെയും ഒരു എന്താണ് അവരവരുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അഹങ്കാരമാണല്ലോ ഓണാഘോഷം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ ഇവിടെ അതിനകത്ത് ഉൾക്കൊള്ളിൽ എത്ര പേരുണ്ടോ? ഇപ്പൊ ഇവിടെ 25 കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു 7 സ്റ്റാഫുകളും ഉണ്ട് അവിടെ. അപ്പൊ അത്രയും പേരടങ്ങുന്ന സൈക്കോളജിസ്റ്റും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും എല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. എനിക്ക് തോന്നുന്നു സാറ് ഇവരോടൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണല്ലേ? കുറച്ച് സമയമൊക്കെ നമുക്ക് കിട്ടാവുന്ന നമ്മള് പഠിപ്പിക്കുന്നുണ്ട്. നഴ്സിംഗ് കോളേജിലും ഇവിടെ അടുത്ത് തന്നെ CHMM കോളേജിലും അധ്യാപകനാണ്. പിന്നെ അല്ലാതെ കിട്ടുന്ന സമയങ്ങൾ മുഴുവൻ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുകയാണ്. എന്തായാലും BKCT കോളേജിലെ മാനേജ്മെന്റ് ഈ വർഷം ഓണാഘോഷത്തിന് ഒരു വ്യത്യസ്തത വരുത്തണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഈ എന്റെ പിന്നിൽ കാണുന്ന ഇവരെയൊക്കെ ഇവിടെ എത്തിച്ചത്. ഇവരെ ചാത്തന്നൂരിൽ നിന്നുള്ള ഒരു സെന്റർ ഉണ്ട്, അവിടെ നിന്നാണ് ഇവരെയൊക്കെ ഇവിടെ എത്തിച്ചത്. ഇവരൊക്കെയാണ് ഇന്ന് ഈ ഓണം സെലിബ്രേഷന്റെ ഹൈലൈറ്റ് എന്ന് വേണം പറയാനായിട്ട്. സാറ് പ്രോഗ്രാമുകൾ ആരംഭിക്കാറായോ? ഞങ്ങളെ പ്രോഗ്രാം ഷെഡ്യൂൾ അനുസരിച്ച് ആണ് നമ്മൾ നടത്തുന്നത്. അതിനുള്ള ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് തരുന്നത്. നമുക്ക് ഒരു കുട്ടികളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അടിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
എന്തായാലും ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സംഭവത്തിൽ. ഷിഖിൽ പേരല്ലേ? ഷിഖിലെ സന്തോഷമാണോ? പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാ BKCT-ലേക്ക് വരാനും അത് ഇത്രയും വലിയ കോളേജിലേക്ക് ഞങ്ങൾക്ക് ഓണ പ്രോഗ്രാം ഞങ്ങളെ ക്ഷണിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞങ്ങൾ എല്ലാവരും സെലിബ്രേറ്റ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയൊക്കെയാ. പാട്ടും ഡാൻസും മാവേലിയും ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ല എനർജി സന്തോഷത്തിലും നല്ല രീതിയിൽ. ഞങ്ങൾക്ക് രാവിലെ ഇവിടെ വന്നപ്പോ പോലെ ഈ കോളേജ് മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ പറയുന്നത് നിങ്ങളാണ് ഇവിടുത്തെ ഗസ്റ്റ്, ചീഫ് ഗസ്റ്റ്, അതുകൊണ്ട് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. ആദ്യം ഞങ്ങളോട് പറയാൻ അതായത് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അത് അവർ എക്സ്പ്ലോർ ചെയ്തു. അത് ഞങ്ങൾക്ക് ഭയങ്കര വലിയ താങ്ക്സ് പറയാം. കാരണം ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്കും കൂടെ വേണ്ടി ഒരുക്കിയപ്പോ. എന്തൊക്കെയാ ഇന്നത്തെ പ്രോഗ്രാം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാമോ? പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഡാൻസ്, പാട്ട്, മാവേലി, എല്ലാം ഉണ്ട്. ഓണത്തിന്റെ എല്ലാം ഉണ്ട്. അപ്പൊ ഗംഭീര പരിപാടികളാണ്. അല്ല, പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ റെഡി അല്ലേ? ഓക്കെ അല്ലേ? പാട്ടുണ്ടല്ലേ? ഒരു ഹാപ്പി ഓണം പറഞ്ഞാലോ എല്ലാം. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ട് പാടിയല്ലോ. എന്തായാലും സംഭവം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ പ്രോഗ്രാമിന് മുമ്പ് നമ്മൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഉത്രാടപ്പൂനില എല്ലാവരും പാടിയ പൂവഴിയെ ഇച്ചിരി പൂവടിയെ ഓക്കെ, താങ്ക് യു. ഒരു കൈയ്യടി കൊടുക്കും. എന്തായാലും സത്യത്തില് ഇവരുടെ പാട്ട് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഓണം നല്ലൊരു ഫീൽ ഉണ്ടാവും. കാര്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഇനിയും കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് തന്നെ ഓണമായി എന്ന് ഈ പാട്ട് കേട്ടപ്പോൾ ഏതായാലും ഒരു ഫീലിംഗ് മനസ്സിലുണ്ടായി. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. ഇനിയിപ്പോ പ്രോഗ്രാം ഏതാനും സമയത്തിനകം ഈ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു.
ഏതായാലും BKCT കോളേജിലെ ഈ ഒരു ഓണം സെലിബ്രേഷൻ ഭയങ്കര കളർഫുൾ ആയിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തിയ ഗസ്റ്റുകളാണ് ഹൈലൈറ്റ് ആയിരുന്നത്. ഈ ഒരു വാർത്ത ഇവിടെ അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഓണത്തിന്റെ പ്രതിനിധി ശരിക്കും ഓണത്തിന്റെ ഒരു പ്രതിനിധി എത്തിയത് തന്നെ ഈ കോളേജിൽ വന്നപ്പോഴാണ്. ഇത് എന്നെ സംബന്ധിച്ചുള്ള എന്റെ ആദ്യ ഓണ പ്രോഗ്രാമായിരുന്നു. നിരവധി ഓണ പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിച്ചെങ്കിലും പലതിലും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഇവിടെ എത്തിയ ഈ പ്രോഗ്രാമിന് പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ എത്തിയ ഗസ്റ്റുകളായി എത്തിയ അവർ തന്നെയാണ്. എന്തായാലും ഓണാഘോഷങ്ങൾ തുടരുക നൽകുകയും ഈ തൽക്കാലം BKCTയിലുള്ള ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിച്ച് മടങ്ങുന്നു. യാതൊരു അൻസാറിനൊപ്പം രജനീഷ് വിസ്മയാനോസ്.